നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ്മൾ പലരും ചെയ്യാത്ത തെറ്റുകൾക്ക് പഴി കേട്ടിട്ടുണ്ടായിരിക്കും. അതിപ്പോൾ ചെറിയ കുട്ടികൾ മുതലേ മുതിർന്നവരെ, പ്രായമായവരെ, അങ്ങനെ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. പലപ്പോഴും ചിലർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഈ തെറ്റുകൾ, കുറ്റങ്ങളൊക്കെ ഇവരുടെ അടുത്ത് ആരോപിക്കപ്പെടും. അതിന് പല കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ചിലർ അത്ര സ്ട്രോങ് ആയിട്ടുള്ളവരൊക്കെ ആയിരിക്കില്ല. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ ബുദ്ധിമുട്ടിക്കാനായിട്ട് മറ്റു ചിലർക്ക് ഇഷ്ടമാണ്. അത് മനുഷ്യ സഹജമായിട്ടുള്ള സ്വഭാവങ്ങളാണ്. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നോക്കൂ, അറിയാതെ തന്നെ ഒരു തെറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം നമുക്ക് കുറ്റബോധം തോന്നും, എന്തുമാത്രം സങ്കടം ഉണ്ടാവും. അപ്പം നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത, നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മളിൽ ആരോപിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സങ്കടങ്ങൾ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കും. അതൊന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യം തന്നെയാണ്. പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ മറികടക്കുക? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരം കൂടെ വേണമല്ലോ. പിന്നെ ഭഗവാൻ തന്നെ പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാന്റെ പല കഥകളിലൂടെ ഓരോരോ തത്വങ്ങളായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാന്റെ ജീവിതം തന്നെ നമുക്ക് എല്ലാവർക്കും നൽകുന്ന സന്ദേശമാണ്. എപ്രകാരമായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്, എപ്രകാരമാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്നൊക്കെ എല്ലാത്തിനുള്ള ഉത്തരങ്ങൾ അതിലുണ്ട്. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതും അതേക്കുറിച്ച് തന്നെയാണ് കേട്ടോ. അതായത് ഇപ്പം മറ്റുള്ള ആരെങ്കിലും നമ്മുടെ അടുത്ത് നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റം ആരോപിക്കുകയാണ്, അതിന് നമ്മൾ പഴി കേൾക്കേണ്ടി വരികയാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് സാധിക്കുക, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലത്തെ ഭഗവാന്റെ അലങ്കാരം ഒരു സ്പെഷ്യൽ അലങ്കാരമായിരുന്നു കേട്ടോ. കൂട്ടുകാരുടെ കൂടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നേ, ഗോപന്മാരുടെ കൂടെ, ഗോപാല കുട്ടികളുടെ കൂടെ. അപ്പോൾ ശ്രീലകത്ത് എല്ലാവരുടെ കൂടെ നിന്ന് ഭഗവാന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരുടെ കൂടെ കളിച്ചുകൊണ്ട് നിൽക്കായിരുന്നു ഭഗവാൻ. എന്ത് രസമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ വരാനായിട്ട് പോകുന്നത്. ചിലർക്കൊക്കെ വെക്കേഷനായി, ചിലർക്കൊക്കെ വെക്കേഷൻ ആകാനായിട്ട് പോകണു. അപ്പോൾ ഭഗവാൻ എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുക, എല്ലാ കുട്ടികളും എന്നെ കാണാനായിട്ട് വന്നോളൂ എന്ന് തന്നെയാണ് പറയുന്നത്. മുതിർന്നവരെ കൂടെ, അച്ഛനമ്മമാരുടെ കൂടെ കാണാൻ വരണം എന്ന് തന്നെയാണ് പറയുന്നത്. ഭൂലോക വൈകുണ്ഠമാണ് ഗുരുവായൂർ എന്ന് പറയുമെങ്കിലും കൂടിയിട്ട് വൃന്ദാവനം കൂടെയാണ്, അങ്ങനെയും പറയാം. കാരണം ഭഗവാനെ കാണാൻ വരുന്നവരെയൊക്കെ ഭഗവാൻ എങ്ങനെയാണ് കാണാമെന്നറിയോ? യശോദാമ്മയായിട്ട്, നന്ദഗോപരായിട്ട്, ഭഗവാന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ആയിട്ടാണ് ഭഗവാൻ കാണുന്നത്. കാരണം ഉണ്ണിയാണല്ലോ ഭഗവാൻ. അപ്പം അങ്ങനെ കാണാനായിട്ടാണല്ലോ സാധിക്കുള്ളൂ. ഇപ്പോൾ മഞ്ചാടി വാരുന്ന ആ മഞ്ചാടി ചെമ്പിൻ്റെ ആ പരിസരം ഒന്ന് വീക്ഷിച്ച് നോക്കുക. നിരവധി കുഞ്ഞുങ്ങൾ അവിടെ വന്നിട്ട് മഞ്ചാരി വാരിയിരുന്ന് കാണാം. അപ്പോൾ ചിലരാണെങ്കിലോ, നന്നേ ചെറിയ കുട്ടികളാണെങ്കിലേ ഒറ്റപ്പിടുത്തം പിടിക്കും. പിന്നെ അവർ വിടില്ല, അതിൽ മഞ്ചാടി നാണയം ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ മാതാപിതാക്കൾ വന്നിട്ട് ഇങ്ങനെ ബലം പിടിച്ചിട്ട് വേണം അവരുടെ വിരലൊക്കെ തുറക്കാനായിട്ട്. ചെറുപ്പത്തിലൊക്കെ ശുക്രൻ അങ്ങനെയായിരുന്നു. ഇപ്പോൾ പോയി കഴിഞ്ഞാലും ശുക്രൻ അവിടെ നിന്ന് വരില്ല. അവർക്ക് അവിടെ നിന്ന് കളിക്കാനാണ് ഇഷ്ടം. കാരണം എന്താ? ആ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാനായിട്ട് ഭഗവാനും ഉണ്ടാകുന്നതാണ് വിശ്വാസം. അതുകൊണ്ട് അവരവിടെ നിന്ന് പോരാത്തത്. അപ്പോൾ ഭഗവാന് കുട്ടികളുടെ കൂടെ കളിക്കാനായിട്ട് എന്ത് ഇഷ്ടമാണോ എന്ന് നോക്കൂ. ഇനിയിപ്പോൾ ആ പ്രദക്ഷിണ വഴിയിലൊക്കെ ചില കുട്ടികൾ ചിലപ്പോൾ ആ ഒരൊറ്റ മുണ്ട് കൊടുത്തിട്ടായിരിക്കാം അവരിങ്ങനെ ഓടി കളിക്കുന്നുണ്ടാവും. ഞാൻ കഴിഞ്ഞൊരു ദിവസം അടിപ്രദക്ഷിണം ചെയ്യുന്ന സമയത്തെ ഒരു കുട്ടി ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടിയാണ് കേട്ടോ ഓടി വരുന്നത്. ഒരു കുറുമ്പനാണ്. ആളുടെ അച്ഛൻ കുറച്ച് പുറകിലാണ്. ഓരോണെങ്കിലും നല്ല സ്പീഡിൽ ബെല്ലും ബ്രേക്കും ഒന്നും ഇല്ലാതെ ഓടി വരുന്നത്. എന്തുകൊണ്ടാ? ഭഗവാനാണ് കൂടെ, ഓടി കളിക്കണേ. അപ്പോൾ എല്ലാവരുടെ കൂടെയും ഭഗവാൻ ഉണ്ടായിരിക്കും. അതിന് തന്നെയാണ് ഭഗവാൻ വിളിക്കുന്നത്. വെക്കേഷൻ അല്ലേ, എല്ലാവരും പോന്നോളൂ കേട്ടോ എൻ്റെ കൂടെ നിന്ന്. അപ്പോൾ കുഞ്ഞുങ്ങൾ മാത്രമല്ല കേട്ടോ, മുതിർന്നവരേനെ ഇഷ്ടമാണ് ഭഗവാനെ. പിന്നെ ഉണ്ണിയല്ലേ, ഉണ്ണിയായിട്ടാണല്ലോ നമ്മൾ കാണുക. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ അടുത്ത്, ആ ഒരേ പ്രായക്കാരുടെ അടുത്ത്, സമപ്രായക്കാരുടെ അടുത്തൊക്കെ കളിക്കാനായിട്ട് ഇഷ്ടമാണല്ലോ കുട്ടികൾക്ക്. അപ്പോൾ എല്ലാ കുട്ടികളെയും എല്ലാവരെയും ഗുരുവായൂരിലേക്ക് ഭഗവാൻ ക്ഷണിക്കുകയാണ് ഈ ഒരു വെക്കേഷന്. അപ്പോൾ ആരും മറക്കണ്ട കേട്ടോ, ഭഗവാനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർ നിരവധി കുട്ടികളുണ്ട്. നമ്മുടെ വീഡിയോയ്ക്ക് ചുവടെയൊക്കെ ആയിട്ട് കമൻസ് കാണാം. എനിക്ക് കണ്ണനെ കാണാൻ വരണമെന്ന് ആഗ്രഹമുണ്ട്. കഥകളിൽ കൂടെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന കഥകളിൽ കൂടെയൊക്കെയാണ് കേട്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ചേച്ചി ആൻറ്റീന്ന് വിളിക്കുക, ചേച്ചി എന്നല്ല കേട്ടോ, ആൻറ്റി എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള നിരവധി കുട്ടികളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ആയിട്ട് മുതിർന്നവരെ കണ്ണനെ കാണിക്കാനായിട്ട് കൊണ്ടുവരിക. അങ്ങനെ തന്നെയാണ് ഇന്നലത്തെ അലങ്കാരത്തിൽ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കൂട്ടുകാരുടെ കൂടെ കളിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭഗവാൻ നല്ല സന്തോഷത്തിലാണ് കൂട്ടുകാരൊക്കെ കിട്ടിയതിൻ്റെ. അപ്പോൾ നമുക്ക്
നമുക്കും നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഭഗവാന്റെ ആ ഒരു രൂപം ഒന്ന് മനസ്സിൽ ധ്യാനിക്കാം. എല്ലാവരും നന്നായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഈ ഒരു വെക്കേഷൻ സമയത്ത് ഭഗവാനെ വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ആ ഒരു അനുഗ്രഹം ഭഗവാൻ സാധിപ്പിച്ചു തരട്ടെ, അനുഗ്രഹിച്ച് നൽകട്ടെ. നന്നായി പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇന്ന് നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് കിടക്കാം കേട്ടോ. അതായത് നമ്മളെ ആരെങ്കിലും നമ്മൾ ചെയ്യാത്ത തെറ്റിനെ ആ ഒരു കുറ്റം ആരോപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. എല്ലാവർക്കും ഉണ്ട് എന്ന് തന്നെയായിരിക്കും മറുപടി പറയാനായിട്ടുണ്ടായിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ കുട്ടികൾ മുതൽ ഇപ്പോൾ ചെറുപ്പത്തിൽ നിറയെ തല്ലൊക്കെ വാരിക്കൂട്ടിയിട്ടുണ്ടായിരിക്കും. അതിൽ കുറേ കാര്യങ്ങൾക്കൊന്നും നമ്മൾ ചെയ്യാതെ തെറ്റുമായിരിക്കാം. അപ്പോൾ ചെറുപ്പം മുതലേ ഉള്ളൊരു കാര്യമാണ് അത്. പല പ്രായത്തിൽ വയസ്സാകുമ്പോഴും ഇതേപോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാൻ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ചെയ്യാത്ത ഒരു കാര്യമാണ് നമ്മളിൽ ആരോപിച്ചെങ്കിൽ ആദ്യം നമ്മൾ അതിനെ എന്തായാലും എതിർക്കണം. നമ്മളല്ല ചെയ്തതെന്ന് നമുക്ക് മാത്രമേ പറയാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് വേണ്ടി വേറെ ആരെങ്കിലും എന്ന് പറയുമോ? നമ്മുടെ ഭാഗം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണെന്ന് വിചാരിക്കുക. ഒന്നുകിൽ നമ്മുടെ ബ്ലഡ് റിലേഷൻസ്, അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ഇപ്പോൾ ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, അങ്ങനെയുള്ള സുഹൃത്തുക്കൾ, അങ്ങനെ അടുത്ത ഒരു വലയം ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് അവർ യഥാർത്ഥ സ്നേഹമുള്ളവരായിരിക്കും. മിക്കവാറും അങ്ങനെയായിരിക്കും. അതാണല്ലോ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സുഹൃത്ത് വലയം അല്ലെങ്കിൽ ഒരു ബന്ധുവലയം എന്നൊക്കെ പറയണത്. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മനസ്സിലാക്കും. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ എന്തായിരിക്കും? അങ്ങനെ എന്തെങ്കിലും ഒരു അകൽച്ച അവിടെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ അകൽച്ച ഉണ്ടെങ്കിലേ മനസ്സിലാകാതിരിക്കുള്ളൂ. അടുപ്പമുള്ളവർ, സ്നേഹമുള്ളവർ, യഥാർത്ഥ സ്നേഹമുള്ളവരാണെങ്കിൽ, നമ്മൾ പറയുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മനസ്സിലാകാത്ത കുറേ പേരുണ്ടായിരിക്കും, കുറച്ചും കൂടെ ഒന്ന് ബന്ധം അകന്ന് നിൽക്കുന്നവർ. അപ്പം അങ്ങനെയുള്ളവരടുത്ത് ഒന്നും കൂടി പറഞ്ഞു നോക്കാം. നമ്മുടെ ഭാഗം പറയാനായിട്ട് നമ്മളെ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കാം. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെയും ആവർത്തിക്കാതിരിക്കരുത്. ഒരിക്കലും ആണയിടുന്ന ശീലം നന്നല്ല എന്നാ പറയുക. ആവർത്തിക്കാതിരിക്കുക. ഒരുപാട് പറഞ്ഞിട്ട് അവരെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. നമ്മൾ ഒരു തവണ പറയുക, എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞു നോക്കുക. പിന്നെ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ പോകരുതെന്നാണ് പറയണത്. നമ്മളത് വിട്ട് കളയുക. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ കളയണം. കാരണം നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് കുറേ പേര് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ചിലവരൊക്കെ ആണെങ്കിൽ ഒന്ന് പറയുമ്പോഴേക്കും കരയുന്നവരായിരിക്കും. അപ്പോഴേക്കും കണ്ണീര് വരും, സങ്കടം വരും. അപ്പോൾ ആ നിലവിളിയൊക്കെ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന വേറെ ചിലരുണ്ടായിരിക്കും. മറ്റുള്ളവരെ വേദനിപ്പിച്ച ഒരു തരം സാഡിസം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ആ വേദന കാണുമ്പോൾ സന്തോഷിക്കുന്നവർ, അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കുറ്റങ്ങൾ അതിനൊക്കെ ആരോപിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ സാധുക്കൾ അല്ലെങ്കിൽ നന്നായി ചിന്തിക്കുന്നവർ, നല്ല മനസ്സിലുള്ളവർക്കൊന്നും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അവർക്ക് ആകെ സങ്കടം വരും, കരയും, പെട്ടെന്ന് കരയുന്നവരൊക്കെ ആയിരിക്കും. ഞാനൊക്കെ മുൻപ് പെട്ടെന്ന് കരഞ്ഞിരുന്നു. ഇപ്പോഴും കരയെങ്കിൽ കൂടിയിട്ട് കുറച്ചും കൂടിയൊക്കെ അത് ഭഗവാൻ കൂടെ ഉള്ളത് കൊണ്ട് നന്നായി നാമം ജപിക്കുക. അപ്പോൾ തന്നെ നമ്മളൊന്ന് സ്ട്രോങ് ആവും. നമുക്ക് ആ ഒരു സ്ട്രെങ്ത് കിട്ടണമല്ലോ. നമുക്ക് എന്തിനേയും തരണം ചെയ്യാനുള്ള ആ ഒരു കരുത്ത് അത് ഭഗവാന്റെ അടുത്ത് നിന്നേ കിട്ടുള്ളൂ. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം പ്രശ്നങ്ങളേ ആയിട്ട് തോന്നില്ല. ഭഗവാന്റെ കാര്യം തന്നെ ഒന്ന് എടുത്ത് നോക്കൂ. സ്യമന്തകം കെട്ട കള്ളൻ എന്നുള്ള പേര് ഭഗവാനെ വീണു. ഒരു തെറ്റും ചെയ്യാതെയാണ്. ആ കഥയൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, സത്രാജിത്തിന്റെ കഥ. എന്നിട്ട് എന്തായി? സ്യമന്തകം ഭഗവാന്റെ കയ്യിലാണ്, ഭഗവാനാണ് അത് എടുത്തതെന്ന് എല്ലാവരും പറഞ്ഞു നടന്നു ഇല്ലേ? പക്ഷെ ഭഗവാൻ എന്തെങ്കിലും സങ്കടം വന്നോ ഒരു സമയത്ത്? ഭഗവാന് സങ്കടമൊന്നും ഉണ്ടായില്ല. കാരണം എന്താ? ഭഗവാൻ നല്ല നിശ്ചയം ഉണ്ടായിരുന്നു അത് ഭഗവാനല്ല ചെയ്തതെന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് പറയണത്, നമ്മളെല്ലാം ആ തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. അതെന്നെ പറ്റിയല്ല പറയുന്നത്, പിന്നെ എനിക്കത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ അത് നമ്മൾക്ക് തെളിയിക്കണം, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണെങ്കിൽ മാത്രം അത് തെളിയിച്ചു കൊടുക്കുക. കാരണം എല്ലാവരെയും നമ്മൾ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അങ്ങനെയൊന്നും അല്ല. ഇന്നത്തെ കാലത്ത് ആളുകൾ തമ്മിൽ അത്രയൊക്കെ ബന്ധങ്ങളും ഉള്ളൂ. ഏറ്റവും അടുത്ത ബന്ധങ്ങൾ മാത്രമേ നിലനിൽക്കുള്ളൂ. അതിപ്പോൾ സുഹൃത്ത് ബന്ധമാണെങ്കിലും ബ്ലഡ് റിലേഷൻ ആണെങ്കിലും അങ്ങനെയുള്ള ഏത് ബന്ധങ്ങളാണെങ്കിലും ആ അടുത്ത് നിൽക്കുന്നവരുണ്ടല്ലോ അത് മാത്രമേ എപ്പോഴും നിലനിൽക്കുള്ളൂ. പിന്നെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, നമ്മളോട് അത്രയും ഇഷ്ടമുള്ളവരൊക്കെ ആയിരിക്കണം. അങ്ങനെയുള്ളതുണ്ട് കേട്ടോ. ഇതൊന്നും അല്ലാതെ ഒരു പരിചയവും പോലും ഇല്ലാതെ പെട്ടെന്ന് ഒരു ആത്മബന്ധങ്ങൾ ഉണ്ടാകുന്നവരുണ്ട്. അത് ഇപ്പോൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, പണ്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും മുജ്ജന്മത്തിൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ മാത്രമേ നിലനിൽക്കുള്ളൂ. അവരുടെ അടുത്ത് മാത്രമേ ബോധിപ്പിക്കേണ്ടതായിട്ട് ആവശ്യമുള്ളൂ. അപ്പം എന്താ പറഞ്ഞു വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മുടെ അടുത്ത് എന്തെങ്കിലും തെറ്റുകൾ, നമ്മളിലെ എന്തെങ്കിലും തെറ്റുകൾ ആരോപിക്കുകയാണെങ്കിൽ ആദ്യം അത് ഭഗവാൻ ചെയ്തതുപോലെ തന്നെ അതിനെ നേരിടണം. നമ്മളത് തെളിയിച്ചു കൊടുക്കണം. ഭഗവാൻ അന്വേഷിച്ചു പോയി സിംഹന്തൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. ആ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സിംഹത്തിന്റെ ആ പ്രസേനന്റെ കഥ പറഞ്ഞു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ജാമ്പവാന്റെ അടുത്ത് പോയിട്ട് സിംഹന്തകം എടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തപ്പോഴാണ് മനസ്സിലായത്, എല്ലാവർക്കും ബോധ്യമായത്, അത് മോഷ്ടിച്ചത് ഭഗവാനല്ല എന്നുള്ള കാര്യം. അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭാഗത്ത് നിന്ന് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് ആദ്യം ശ്രമിക്കുക. അപ്പോൾ അത് അവർക്ക് മനസ്സിലാകും. ഇനിയിപ്പോൾ മനസ്സിലായില്ലെങ്കിൽ അത് വിട്ടുകളയുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചെവി കൂടെ കേട്ടിട്ട് ആ ചെവി കൂടെ കളയുക. പിന്നെ ഇന്നത്തെ കാലത്ത് ഒരാളും ഒരാളെ പറ്റിയിട്ടും നല്ലത് പറയാനായിട്ട് പോണില്ല. അങ്ങനെ പറയുന്നവരൊക്കെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. ഭൂരിഭാഗം പേരും മോശം കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് പ്രചരിപ്പിക്കുക. ചിലരൊന്നും പറയില്ല, ഒന്നിലും പെടാതിരിക്കുന്നവരുണ്ടായിരിക്കും. എന്നാലും ഈ നല്ല കാര്യങ്ങൾ പറയുന്നത് വളരെ കുറവാണ്. കുറച്ചൊക്കെ നമ്മുടെ കാതുകളിൽ എത്തുള്ളൂ. അപ്പോഴൊക്കെ നമുക്ക് സങ്കടം വരിക. നമ്മൾ കേൾക്കാത്ത എന്തൊക്കെ കാര്യങ്ങൾ ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ടാവും. ഇവരുടെയൊക്കെ വായ പൂട്ടാനായിട്ട് നമുക്ക് സാധിക്കുമോ? അതിനൊന്നും സാധിക്കില്ല. നമ്മൾ കേട്ട് കഴിഞ്ഞാലാണ് അതിന് പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നെ എന്താന്ന് വെച്ചാൽ കുറച്ചൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഒന്ന് ക്ഷമിക്കുക. അങ്ങനെയൊക്കെ ക്ഷമിക്കുന്നവരുണ്ടായിരിക്കും. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകാത്തവരുടെ മുന്നിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഭാഗം കൃത്യമായിട്ട് അവരുടെ അടുത്ത് പറയാം. നമുക്കത് അവര് എന്താ പറയാ, ഇപ്പോൾ അവര് സമ്മതിക്കുന്നത് വരെ നമുക്ക് പറഞ്ഞു നിൽക്കാനൊന്നും സാധിച്ചു എന്ന് വരില്ല. സമ്മതിച്ചു തരില്ല ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും, അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് കേട്ടോ, അങ്ങനെ കേട്ടപ്പോൾ ഇങ്ങനെ ആയതാണെന്നൊക്കെ പറയും. ചിലവർ ഒരിക്കലും സമ്മതിച്ചു തരില്ല. അങ്ങനെയുള്ളവരുണ്ട്. മനഃപൂർവ്വം വിഷമിപ്പിക്കാനായിട്ട് നടക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യം ഇതൊക്കെ തിരിച്ചറിയാന്നുള്ളതാണ് കാര്യം. നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മളെ പറ്റി ഒരാളും മോശം പറയില്ല. അവർക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ, അല്ലാത്തവരെ പറയുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരെ തിരിച്ചറിയാന്നുള്ളതാണ് ആദ്യത്തെ പടി. അപ്പോൾ അതിനൊക്കെ എന്ത് വേണം? ഭഗവാൻ കൂടെ ഉണ്ടായിരിക്കണം. നന്നായിട്ട് ഭഗവാനെ വിളിക്കുക, ഭഗവാന്റെ അടുത്ത് പറയുക. ഭഗവാൻ തന്നെ നമുക്ക് കാണിച്ചു തരും, ഇവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് കേട്ടോ, ഇവരൊക്കെയാണ് മോശം പറയുന്നത്, അവരൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ കണ്ണടച്ച് വിടുക. പിന്നെ എല്ലാം ഭഗവാന്റെ അടുത്ത് പറയാന്ന് പറഞ്ഞില്ലേ. നമുക്ക് എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ വേദനിച്ചെങ്കിലും ഭഗവാൻ ഇന്ന ആൾ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി, എൻ്റെ ആ വിഷമം മാറ്റിത്തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അത് മാറ്റിത്തരും. ആ കുറ്റം പറഞ്ഞ അല്ലെങ്കിൽ മോശം പറഞ്ഞ ആളെ കൊണ്ട് തന്നെ നല്ലത് പറയിപ്പിക്കും. നമുക്കത് പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യങ്ങളാണ്. ഭഗവാന്റെ കളികളൊക്കെ അങ്ങനെയാണ്. നമ്മൾ പോലും അറിയില്ല. എന്നിട്ട് നമ്മൾ പോലും അറിയാതെ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ ഭഗവാൻ മാറ്റിത്തരും. അതിനെന്ത് ചെയ്യണം? എല്ലാം ഭഗവാന് നമ്മൾ ആദ്യം സമർപ്പിക്കണം. അല്ലാതെ നമ്മളെ പറ്റി മോശം പറഞ്ഞ ഒരാളുടെ മുന്നിൽ നിന്ന് നീ എന്നെ പറ്റി മോശം പറഞ്ഞല്ലോ, നിനക്ക് ഭഗവാൻ നൽകിയിരിക്കും, അങ്ങനെയൊന്നല്ല പറയേണ്ടത് കേട്ടോ. അപ്പൊ ഭഗവാൻ ഒന്നും ചെയ്യില്ല. അങ്ങനെയൊന്നും നമുക്ക് പറയാനേ പാടില്ല. എന്ത് ചെയ്യണം? നമ്മുടെ സങ്കടങ്ങൾ ഭഗവാന്റെ അടുത്ത് പറയാ. ഭഗവാനെ ഇന്ന കാര്യം കൊണ്ട് എനിക്ക് വിഷമം ഉണ്ടായി, അല്ലെങ്കിൽ ഭഗവാനെ എന്നെ അവർ വിഷമിപ്പിച്ചു, അവർക്ക് ഇന്നത് നൽകണേ, അങ്ങനെയൊന്നും ഒരിക്കലും പറയാനായിട്ട് പാടില്ല എന്നാണ് പറയുക. ഇപ്പൊ എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴേ എപ്രകാരമാണ് ഇതുപോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയോ? ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് പറയാട്ടോ. പലരും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ്, സങ്കടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ ഭഗവാനെ ഇന്ന ആൾക്കൊണ്ട് ഇന്നൊരു കാര്യം, ആ ആൾക്കൊണ്ടല്ല, ആ ഒരു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു വാചകം, അതിലായിരിക്കാം ചിലപ്പോൾ വിഷമം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ആ കാര്യം കൊണ്ട് ഭഗവാൻ എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് വിഷമം ഉണ്ടായിട്ടുള്ള കാര്യം ഒന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണേന്ന് ഭഗവാന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ചിലപ്പോൾ നേരിട്ട് പറയാനായിട്ട് സാധിക്കാത്തവരുണ്ടായിരിക്കും. ഒന്ന് പറയുമ്പോഴേക്കും കരച്ചിൽ വരുന്നവരുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എല്ലാം ഭഗവാന്റെ അടുത്ത് പറയാം. ഭഗവാൻ തന്നെ ആ വിഷമങ്ങളൊക്കെ മാറ്റിയിട്ട് അവരെ കൊണ്ട് തന്നെ നല്ലത് പറയിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ മഹാഭാരത യുദ്ധം തന്നെ നോക്കൂ. വേണമെങ്കിൽ ഭഗവാൻ അത് വേണ്ടാന്ന് വെക്കാമായിരുന്നു. പക്ഷേ ആ യുദ്ധം നടക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എന്തുണ്ടായി? ഭഗവാൻ കൂടെയുള്ളവരെ വിജയിച്ചു. അത് തന്നെയാണ്, വിജയിക്കണമെങ്കിൽ ഭഗവാൻ കൂടെ ഉണ്ടാകണം. അതാണ് പറയണത്. അപ്പോൾ ഭഗവാനെ കൂടെ നിർത്തുക, എന്നിട്ട് നമ്മളത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നോക്കുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ അത് ഭഗവാന് തന്നെ മുഴുവനായിട്ട് വിട്ടുകൊടുക്കുക. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലെങ്കിൽ നമ്മൾ ഭഗവാന് കൊടുക്കുക. പിന്നെ ഭഗവാൻ അത് വേണ്ട രീതിയിൽ ചെയ്തോളും. അത്രേ പറയാനുള്ളൂ. ഒരിക്കലും സങ്കടപ്പെടരുത്. ഇപ്പൊ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പ്രായമായവരാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരോപിക്കപ്പെടുമ്പോൾ, എനിക്കൊക്കെ ചെറുപ്പത്തിലുണ്ടായിട്ടുണ്ട് കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോഴേ നിസ്സാര കാര്യങ്ങളായിരിക്കാം, പക്ഷെ അത് നമ്മൾ ചെയ്യാത്ത തെറ്റാണ്. ഇപ്പൊ ആര് സ്കൂളിൽ നിന്ന് തല്ല് കിട്ടുന്നൊക്കെ പറഞ്ഞല്ലോ ചെയ്യാത്ത കാര്യത്തിന്. അതിൽ ഒരു കുട്ടി ഞാനാണ് കേട്ടോ. എനിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, വഴക്കൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്നും ഇന്നത്തെ പോലത്തെ അത്രയ്ക്കൊരു ധൈര്യമില്ല പറഞ്ഞു കൊടുക്കാനായിട്ടോ. അയ്യോ ഞാനത് ചെയ്തിട്ടില്ല, വേറെ ആളായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് പറഞ്ഞു നിൽക്കാനുള്ള ആ ഒരു കഴിവില്ലാത്തതുകൊണ്ട് നമ്മുടെ തലയിലേക്ക് അത് വരും. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിരവധി അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ എന്ത് ചെയ്യണം? മുതിർന്നപ്പോഴാണോ അയ്യോ അന്ന് എനിക്കത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ ശിക്ഷ കിട്ടുമായിരുന്നില്ല എന്നൊക്കെ ഇപ്പോഴും തോന്നാറുണ്ട്. അത് മനസ്സിൽ ഇപ്പോഴും തോന്നുന്നത് എന്തുകൊണ്ടാ? ആ ഒരു സംഭവം മനസ്സിൽ അത് അവിടെ തന്നെ കിടക്കുന്നത് കൊണ്ടാ. ചിലർക്കത് വല്ലാതെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഭാഗങ്ങൾ പറയാനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. ഭഗവാനെ കൂട്ടുപിടിച്ചിട്ട് വേണം അതൊക്കെ പറയാനായിട്ട്. എന്നിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പറ്റില്ലെങ്കിൽ അത് ഭഗവാനിൽ സമർപ്പിക്കുക. ചിലപ്പോൾ അത്രയും വേണ്ടപ്പെട്ടവരുടെ അടുത്ത് നിന്നൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള സങ്കടങ്ങൾ ഉണ്ടാകുക. അപ്പോൾ അതൊക്കെ ഭഗവാനെ നേരെയാക്കാനായിട്ട് സാധിക്കും. ഭഗവാനെ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ഭഗവാനിൽ സമർപ്പിച്ചാൽ മതി കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ സങ്കടങ്ങൾ ഉള്ള നിരവധി പേരുണ്ടായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ എല്ലാവരുടെയും എല്ലാ സങ്കടങ്ങളും ഭഗവാൻ മാറ്റിത്തരും. എന്തൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിത്തരാനായിട്ട് ഭഗവാനേ സാധിക്കുള്ളൂ. അപ്പോൾ ഭഗവാന്റെ കൂട്ടുപിടിച്ചിട്ട് അതെല്ലാം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് കേട്ടോ. പിന്നെ ഒരാളിലെ കുറ്റം ആരോപിക്കുന്നതിന് മുൻപായിട്ട് അത് സത്യമാണോ എന്ന് വേണം ആദ്യം ചിന്തിക്കാനായിട്ട്. അതായത് നമുക്ക് കൃത്യമായിട്ടും അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഒരാളത് ആരോപിക്കാനായിട്ട് പാടുള്ളൂ. അല്ലാതെ നമ്മൾ എടുത്തടിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമാവണമെന്നില്ല. നമ്മൾ കാരണം മറ്റൊരാൾ വേദനിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എന്തും കൃത്യമായിട്ട് അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം വേണം എന്ത് കാര്യങ്ങളും മറ്റൊരാളിലെ ആരോപിക്കാനായിട്ട്. അല്ലെങ്കിൽ അതവർക്ക് വളരെ വിഷമമാകും. കാരണം നമ്മൾ കാണുന്ന രീതിയിലാവില്ല, നമ്മൾ കണ്ടതായിരിക്കില്ല ചിലപ്പോൾ സത്യമായിട്ടുണ്ടാവുക. അപ്പം എന്ത് പറയുമ്പോഴും, എന്ത് ഒരാളുടെ അടുത്ത് മോശം കാര്യങ്ങൾ പറയുമ്പോഴും, വഴക്ക് പറയുമ്പോഴും, എന്തെങ്കിലും കാര്യങ്ങൾ ആരോപിക്കുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കണ്ടതായിരിക്കില്ല ചിലപ്പോൾ സത്യമായിട്ടുള്ള കാര്യം. ഇത് പറഞ്ഞു തരുന്ന ഒരു കഥ രാമായണത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ഇന്ന് ശ്രീരാമനവമിയും കൂടിയല്ലേ. അപ്പം അങ്ങനെ ഒരു ഉദാഹരണം തന്നെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഒരു മഹർഷി ഇരുന്നിട്ട് രാമായണം വായിക്കുകയാണ്. അപ്പം അതിലെ കഥകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം കേൾക്കാനായിട്ടും നിരവധി പേര് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. രാമന്റെ കാര്യങ്ങൾ പറയുമ്പോൾ, രാമായണം വായിക്കുമ്പോഴൊക്കെ കൂടെ കേൾക്കാനായിട്ട് ഹനുമാനും കൂടെ ഇരിക്കും എന്നാണ് വിശ്വാസം. അങ്ങനെ ഇദ്ദേഹം കഥ പറയുന്ന സമയത്ത് അശോകവനിയിലുള്ള പൂക്കളെല്ലാം നല്ല വെളുത്ത പൂക്കളാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കണേ. ആ പുസ്തകം നോക്കി വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കേട്ടപ്പോൾ പെട്ടെന്ന് ഹനുമാൻ അവിടെ ചാടി വന്നു. പെട്ടെന്ന് പ്രത്യക്ഷമായി ഹനുമാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് പെട്ടെന്ന് പേടിച്ചു കേട്ടോ. ഹനുമാനെ കണ്ട സന്തോഷമുണ്ട്, എല്ലാവർക്കും ഒരു പേടിയും വന്നു. അപ്പോൾ എല്ലാവരും നമസ്കരിച്ചു, ഈ മഹർഷി നമസ്കരിച്ചു. അപ്പോൾ ഹനുമാന്റെ അടുത്ത് ചോദിച്ചപ്പോൾ, അങ്ങനെ നമസ്കരിക്കുന്ന സമയത്ത് ഹനുമാൻ ചോദിച്ചു, അല്ല അങ്ങ് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ എന്തായെന്ന് ചോദിച്ചു മഹർഷി. അല്ല അശോകവനിയിലെ പൂക്കളെല്ലാം വെളുത്ത പൂക്കളാണെന്നല്ലേ പറയണത് ചോദിച്ചു. അപ്പോൾ അതെ അങ്ങനെയാണെന്ന് പറഞ്ഞു. അല്ല അവിടുത്തെ പൂക്കളെല്ലാം ചുവന്ന നിറത്തിലുള്ള പൂക്കളാണ്, ഞാൻ കണ്ടതല്ലേ പോയിട്ട് എന്ന് ചോദിച്ചു ഹനുമാൻ. അത് തിരുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ മഹർഷി പറഞ്ഞു, അയ്യോ അങ്ങനെയല്ലല്ലോ, ഞാൻ ഈ പുസ്തകത്തിൽ ഞാൻ ശാസ്ത്രമാണ് വായിച്ചുകൊണ്ടിരിക്കണേ, ശാസ്ത്രം ഒരിക്കലും തെറ്റില്ല, ഇതിൽ എഴുതിയിരിക്കുന്നത് വെളുത്ത പൂക്കളാണെന്നാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിച്ചതെന്ന് വളരെ വിനീതമായിട്ടാണ് മറുപടി പറയുന്നത്. പക്ഷെ ഹനുമാൻ അത് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഹനുമാൻ പോയി കണ്ടതല്ലേ, അങ്ങനെ വിചാരിക്കണേ. അപ്പോൾ ഹനുമാൻ ഇത് തെളിയിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് വേഗം ശ്രീരാമനെയും സീതാദേവിയുടെ അടുത്ത് പോയിട്ട് പറയാണ്, അതെ അവിടെ ഒരു മഹർഷി ഇരുന്നിട്ട് അശോകവനിയിലെ പൂക്കളെല്ലാം വെളുത്ത പൂക്കളാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ കണ്ടതല്ലേ. അതായത് ഹനുമാനാണല്ലോ ആദ്യം പോയിട്ട് അശോകവനിയിലേക്ക് കണ്ടത്. അപ്പോൾ പിന്നെ എങ്ങനെയാ അത്, ഞാൻ കണ്ടപ്പോൾ ചുവന്ന പൂക്കളായിരുന്നു, പിന്നെ എങ്ങനെയാ അത് വെളുത്തെന്ന് അദ്ദേഹം പറയണത്, അതൊന്ന് തെളിയിച്ചു കൊടുക്കണം, അങ്ങൊന്ന് അവിടെ വരെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ സീതയും ശ്രീരാമനും ഹനുമാനും കൂടിയിട്ട് ഈ മഹർഷി വായിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഹനുമാനോടും ഈ മഹർഷിയോടും കൂടിയിട്ട് ശ്രീരാമൻ പറയാണ്, എന്താന്ന് വെച്ചാൽ അശോകവനിയിലുള്ള പൂക്കളെല്ലാം ഈ ശാസ്ത്രത്തിൽ എഴുതിയതുപോലെ തന്നെ വെളുത്ത പൂക്കളായിരുന്നു. ശാസ്ത്രം സത്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഹനുമാൻ അങ്ങനെ കണ്ടത്? കാരണം ലങ്കയിലേക്ക് ആ രാക്ഷസനോടുള്ള ദേഷ്യം കൊണ്ടാണ് അവിടെ പോയത്. അപ്പൊ കണ്ണൊക്കെ അങ്ങനെ ചുവന്നിട്ടിരിക്കണേ. ആ ചുവന്ന കണ്ണുകൾ കൊണ്ട് നോക്കിയത് കൊണ്ടാണ് ആ വെളുത്ത പൂക്കളെല്ലാം ചുവന്ന പൂക്കളായിട്ട് തോന്നിയത്. അത് പറഞ്ഞിട്ട് ശ്രീരാമൻ ഹനുമാനും മനസ്സിലാക്കി കൊടുത്തു. അപ്പോഴാണ് ഹനുമാന് മനസ്സിലായത് യഥാർത്ഥത്തിൽ താൻ കണ്ട നിറം ആയിരുന്നില്ല ആ പൂക്കൾക്ക്. തൻ്റെ ഇപ്പൊ മഞ്ഞ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം, മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മഞ്ഞയായിട്ട് കാണുമെന്ന് പറയാറില്ലേ, അതുപോലെ ദേഷ്യം കൊണ്ട് ചുവന്ന കണ്ണുകൾ കൊണ്ടാണ് നോക്കിയത്, അതുകൊണ്ട് അവിടുത്തെ പൂക്കളെല്ലാം ചുവപ്പ് നിറമായിട്ടാണ് തോന്നിയത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എല്ലാവരും ഭഗവാനെ നമസ്കരിച്ചു. അങ്ങനെയാണ്. ഇത് തന്നെ നമ്മുടെ അടുത്തും പറയുന്നത്. എന്ത് കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോഴും കാണുമ്പോഴും പറയുമ്പോഴും ആദ്യം 100 തവണ ആലോചിക്കണം. നമ്മൾ പറയാൻ പോകുന്ന കാര്യം സത്യമാണോ എന്നുള്ളത്. പ്രത്യേകിച്ച് മറ്റുള്ളവരിൽ ഒരു കുറ്റം ആരോപിക്കാനായിട്ടാണ് പോകുന്നതെങ്കിൽ നന്നായിട്ട് ആലോചിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം എന്തും ചെയ്യാനായിട്ട്. അങ്ങനെയാണ് പറയണത് കേട്ടോ.
അപ്പോൾ എല്ലാവരും എല്ലാവരെ പറ്റിയും നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം കാണുക, നല്ലത് മാത്രം കേൾക്കുക. ഇതിനൊക്കെ സാധിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണം. നന്നായിട്ട് നാമം ചൊല്ലുക. പ്രത്യേകിച്ച് ഇന്ന് ശ്രീരാമനവമിയൊക്കെയാണ്. എല്ലാവർക്കും നന്നായി നാമം ചൊല്ലാനും നന്നായി ഭഗവാനെ സേവിക്കാനും സ്നേഹിക്കാനും ഒക്കെ സാധിക്കട്ടെ. ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി ഇതുപോലെ കൂടുതലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അലങ്കാരവും കഥകളും ഒക്കെ ആയി നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.